എൻ്റെ കൃഷിത്തോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫ്രാൻസിസ്ക എഡ്വേർഡ്. കൊല്ലത്ത് മയനാട് എന്ന സ്ഥലത്ത് താമസിക്കുന്നു. എൻ്റെ വാഴക്കൃഷിയിൽ നിന്ന് കിട്ടിയ വിളവുകളാണിന്ന് നമ്മുടെ കൃഷിഭവനിലോട്ട് ഇന്ന് നാളത്തെ ഓണച്ചന്തയ്ക്ക് വേണ്ടി വെട്ടിയെടുത്ത 10-15 ഏത്തക്കൊലകളും പിന്നെ പച്ചച്ചിങ്ങൻ 2 കൊലകളും 2 ഞാലിപ്പൂവനുണ്ടായിരുന്നു, ഓൾറെഡി സോൾഡ് ഔട്ടായി. അപ്പം ഇത് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ കഴിഞ്ഞ 1 വർഷം കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് ഈ കാണുന്നത്. ഒത്തിരി എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. കാര്യം നമ്മൾ ഓരോ ദിവസം ചെയ്യുമ്പോൾ എത്രമാത്രം അത് വിജയകരമാവുമെന്ന് നമുക്കറിയില്ല. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും വിളവ് നമുക്ക് ചെയ്യാൻ പറ്റി, അതൊരു വലിയ നേട്ടം തന്നെയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, വേറെ ആരും സഹായത്തിനില്ല. ജോലിക്കാരൻ വരും കുഴിയെടുക്കാനും, ചിലപ്പം വലുതായിട്ട് വളമിടണമെങ്കിലൊക്കെ ജോലിക്കാരൻ വരും, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എനിക്ക് ഒത്തിരി എൻ്റെ റിട്ടയർമെൻറ്റ് ഏജിന് ശേഷം ഞാൻ ചെയ്തു തുടങ്ങിയതാണ്. ഏകദേശം 4 വർഷമായി. കോവിഡിന് ശേഷമാണ് ഞാൻ റിട്ടയർ ആകുന്നത്. അപ്പം ഇത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം. കാരണം ഞാൻ ചെയ്ത ജോലികൾക്ക് ഇത്രയും ഫലം കിട്ടി എന്നുള്ളതാണ്. അത് ഈ നമ്മുടെ കൃഷിഭവൻ മുഖേന, മയ്യനാട് കൃഷിഭവൻ മുഖേനയാണ് ഞാനിത് ഈ വാഴക്കൃഷിയിലോട്ട് വന്നത്. അതുകൊണ്ട് അവരുടെ കേരള സർക്കാരിൻ്റെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് വിള ആരോഗ്യ പരിപാലന പദ്ധതി, കൃഷിഭവൻ മയ്യനാട്, ഫ്രാൻസിസ്ക എഡ്വേർഡ്, തുണ്ടത്തിൽ ഹൗസ്. അപ്പം ഞാൻ ഒത്തിരി പ്രതീക്ഷയോടാണ് ഇതൊക്കെ ചെയ്തെങ്കിലും കഴിഞ്ഞ വർഷമൊന്നും മഴക്കെടുതി മൂലമൊക്കെ ഒത്തിരി നഷ്ടങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഇപ്രാവശ്യം ഒത്തിരിയെങ്കിലും നന്നായിട്ട് കിട്ടിയതുകൊണ്ട് എനിക്ക് സന്തോഷം തോന്നുന്നു. ഇപ്പോഴും ഇനിയും ഇതിലെല്ലാം കൊല നിൽപ്പുണ്ട്, വിളഞ്ഞിട്ടില്ല, പകുതി വിളവേ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് എനിക്കത് വെട്ടിക്കൊടുക്കാൻ പറ്റാത്തത്. കണ്ടില്ലേ, ഇതിലെല്ലാം കൊല നിൽപ്പുണ്ട്. പക്ഷേ ആ വെട്ടിയത് കഴിഞ്ഞിട്ട് ഉള്ള കൊലകളാണ് ഇതൊക്കെ ഇനിയും ഒരു 2 ആഴ്ച പിടിക്കും. കണ്ട, അവിടെ എല്ലാം ഉണ്ട്. ഒത്തിരിയും വലിയ സൈസ് കൊലയല്ല, എങ്കിലും ഓരോ വീട്ടിലേക്ക് അവർക്കിഷ്ടം ഇങ്ങനെയുള്ള കൊലകളാണ്. കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കലക്കി ഇത് ഉണക്കി പൊടിപ്പിച്ച് കുറുക്കുണ്ടാക്കി കൊടുക്കാനൊക്കെ നാച്ചുറൽ ഇതല്ലേ, വിഷമൊന്നുമില്ലാത്ത സാധനം. അത് അടുത്തത് കേരള സർക്കാരിൻ്റെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് പ്രകാരം ലീഡ്സിൻ്റെ ആക്ടിവിറ്റിയുടെ ഒരു ഭാഗമായിട്ട് 2024-25 വാഴക്കൃഷിയിൽ അയറിൻ്റെ ഉപയോഗം. അപ്പം അത് ഇപ്രാവശ്യമാണ് പരീക്ഷിച്ച്. നമ്മൾ 2 തരം പ്ലാന്റിൽ അത് പരീക്ഷിച്ചു. അതിൽ നമുക്ക് നല്ല ഫലമുണ്ടായി. അയർ ഒത്തിരി നല്ലതാണ്. നമ്മുടെ ട്രിവാൻഡ്രം വെള്ളാനി കാർഷിക കോളനിയിലെ അവിടുത്തെ കാർഷിക സർവകലാശാലയിലെ അവരുടെ പരീക്ഷണത്തിന് ശേഷം അവരുണ്ടാക്കിയെടുത്ത ഒരു സൂക്ഷ്മ മൂലകമാണ് ഈ അയർ എന്ന് പറയുന്നത്. ഈ അയർ നമ്മൾ 19 പോലെയൊക്കെ അതിലും നന്നായിട്ട് എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വാഴക്കൃഷി ചെയ്യുമ്പോൾ അറിയാമല്ലോ, നമ്മൾ കുഴികളെടുത്ത് കുഴിയെടുക്കുന്നതിന് മുമ്പ് തറകളൊക്കെ നല്ല വൃത്തിയാക്കി കുമ്മായ വിട്ട് നമ്മൾ 10 ദിവസം 10 ദിവസം നമ്മൾ അതിൻ്റെ pH നോർമലാക്കിയിട്ട് നമ്മൾ കന്നെല്ലാം, വാഴക്കന്നെല്ലാം നമ്മുടെ സ്യൂഡോമോണസിൽ മുക്കി അതിന് മുമ്പേ ചാണകത്തിൽ മുക്കി വെയിലത്തിട്ട് ഉണക്കി അങ്ങനെ ഒത്തിരി
സൂക്ഷ്മതയോടുകൂടി വേണം അതൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ ഭാവിയിൽ അതെല്ലാം നമ്മളെ പിന്നെ ഭാവിയിൽ നമുക്കത് വാഴക്കൃഷിയിൽ ഒത്തിരി നഷ്ടമുണ്ടാവും. അപ്പോൾ അതിന് പകരം അതിന് നമ്മൾ വേണ്ട വിധത്തിലൊക്കെ കെയർ എടുത്ത് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യണം. ഇതെല്ലാം വാഴക്കൊലയിൽ കൊലയുള്ളതാണ്. കണ്ടോ, ഇതൊന്നും വെട്ടിയിട്ടില്ല, ഇതൊന്നും കറക്റ്റ് പാകമായിട്ടില്ല. ഒത്തിരി ഉണ്ട്, ഇനിയും വെട്ടാൻ 10-50 എണ്ണത്തോളം ഉണ്ട്. ഇതാ കൂമ്പ് വരുന്നു, കണ്ടോ മേളിൽ. ഇതെൻ്റെ വാഴത്തോട്ടം കണ്ടോ, ഇവിടെ മുഴുവൻ വാഴയാണ്. ഇത് കാണുമ്പം ഒത്തിരി സന്തോഷം തോന്നുന്നു. കണ്ടോ, ഇതെല്ലാം വെട്ടിയതാണ്. ഇന്നലെ ഇന്നുമായിട്ട് ഒത്തിരി വാഴകൾ വെട്ടി അവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലോ. പിന്നെ ഇതെല്ലാം വാഴ കണ്ടോ, ഇവിടെ എല്ലാം വാഴയാണ്. ഇവിടെയൊക്കെ ഉണ്ട് ഞാലിപ്പൂവനുണ്ട്, പച്ചച്ചിങ്ങനുണ്ട്, പിന്നെന്തുവാ പാളയംതോടനില്ല. ഇതുണ്ട്, ഇത് മുഴുവൻ അങ്ങേ അറ്റം വരെയും നമ്മുടെ വാഴത്തോട്ടമാണ്. കണ്ടോ, എല്ലാത്തിലും മിക്കതിലും കൊലയുണ്ട്. അതുകൊണ്ട് ഞാലിപ്പൂവൻ അങ്ങെല്ലാം ഉണ്ട്. ഇതെല്ലാം വാഴയാണ്, നിറയെ വാഴയാണ്. കണ്ടോ, മുഴുവൻ വാഴയാണ്. അവിടെയെല്ലാം കുലച്ച് നിൽക്കുന്നു. അതുകൊണ്ട് കുറേ അവിടെ വെട്ടുകയൊക്കെ ചെയ്ത് കേട്ടോ. അതുകൊണ്ടാണ് അവിടെ വെട്ടിയതൊക്കെ അന്ന് വന്നിരിക്കുന്നുണ്ട്. ഉണ്ടോ, ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും വാഴ. അപ്പം ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ വാഴക്കൃഷി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് ഒത്തിരി നാളായിട്ട് ചാനൽ വളരെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ എന്തോ അറിയില്ല. തീർച്ചയായിട്ടും ഒന്ന് കാരണങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ അമർത്തണം. എന്നാലേ നമുക്ക് ചെയ്യാനുള്ളൊരു പ്രോത്സാഹനം വീണ്ടും ഉണ്ടാകത്തുള്ളൂ. എല്ലാവരും എന്നെ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഈ ചെറിയൊരു വീഡിയോ ഞാൻ എൻ്റെ കർഷക സുഹൃത്തുക്കൾക്കായി കാഴ്ചവെക്കുന്നു. കാര്യം ഒത്തിരി പേർക്ക് അറിഞ്ഞുകൂടാ ഞാനിവിടെ വാഴക്കൃഷി ചെയ്യുന്നുണ്ടെന്നും. 7 മണി തൊട്ട് 7 മണി വരെ തീർച്ചയായിട്ടും ഞാൻ ജോലികൾ ഒത്തിരി ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മറ്റുള്ളവരിലേക്ക് നമ്മളത് പകർത്തിയാലേ തീർച്ചയായിട്ടും അവർക്കും ആ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകത്തുള്ളൂ. മുകളിൽ കോഴിയുണ്ട്, കാടയുണ്ട്, മുയലുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം കൂടെ ഒരു വീഡിയോയിൽ നിൽക്കത്തില്ല. അപ്പം നമുക്ക് യൂട്യൂബിലിടാൻ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ്. ഓക്കെ, നന്ദി, നമസ്കാരം. എൻ്റെ മൊബൈൽ നമ്പർ 8547577169. ഓക്കെ, നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.